അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലുപ്പം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരുടെയും പറയും പോലെ കേൾക്കേണ്ടതില്ല, തോന്നിയതുപോലെ ജീവിക്കാമെന്നുള്ള ഒരൊറ്റ മിഥ്യാധാരണയാണ് നമുക്കിടയിൽ വളർന്നു വരുന്ന ഏതാനും കുട്ടികൾക്കുള്ളത്. അതിൻ്റെ നേർക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര പോയപ്പം എൻ്റെ ട്രെയിനിലെ ബോഗിയിലുണ്ടായിരുന്ന ഏതാനും ചില വിദ്യാർത്ഥികളുടെ കഥകൾ. അവർ കോഴിക്കോടൊന്ന് നല്ല രീതിക്കുള്ള ഡ്രസ്സ് ധരിച്ച് കയറുന്നു. പിറ്റേ ദിവസം ബാംഗ്ലൂരിൽ ഇറങ്ങുമ്പോൾ അവരുടെ കോലും ചേലും ഒക്കെ മാറിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ മറ്റേതോ രൂപത്തിലേക്ക് അവർ പൂർണ്ണമായും മാറിയ ഒരവസ്ഥയാണ് കണ്ടത്. ഞാൻ അവിടുന്ന് ആലോചിച്ചൊരു കാര്യമുണ്ട്. ഇവരെയാണല്ലോ വീട്ടിൽ നിന്ന് വലിയ നല്ല രീതിക്ക് ഡ്രസ്സൊക്കെ ധരിച്ച് വീട്ടിൽ നിന്ന് പുറത്ത് പോയി പഠിക്കാൻ വേണ്ടി ആ ഒരു യാത്ര ചുമ്മാ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. വാപ്പ ഗൾഫിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും അധ്വാനിക്കുന്നുണ്ടാവും ഇവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്. ആ മക്കൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നതോ ആൺ സുഹൃത്തുക്കളുടെ കൂടെ അങ്ങനെ ഒരു ലൈസൻസും ഇല്ലാതെ എല്ലാ അർത്ഥത്തിലും അൾട്ടിമേറ്റ് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ സാധിപ്പിച്ചുകൊണ്ട് അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ദീനീബോധം എവിടെയാണ് നഷ്ടപ്പെടുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കുന്നത് അവരവരുടെ രക്ഷിതാക്കൾക്ക് നന്നായിരിക്കും. കാരണം ഏത് ഭൗതിക സാഹചര്യത്തിലും നമ്മളുണ്ടാക്കിയ സർട്ടിഫിക്കറ്റും നമ്മളുണ്ടാക്കിയെടുത്ത സ്കില്ലുകളും ഒക്കെയും നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ആയുസ്സുണ്ടാകണം, അഥവാ ആരോഗ്യത്തോടെ ആയുസ്സുണ്ടാകണം. ആയുസ് എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തതാണ്. കാരണം അത് എപ്പോൾ വേണമെങ്കിലും മരണത്തിന് കീഴ്പ്പെടാൻ പറ്റുന്ന രൂപത്തിലാണ് മനുഷ്യൻ്റെ ജന്മവും ജീവിതവും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുമ്പോൾ ഭൗതികതയിൽ പരിലസിക്കുന്ന ഓരോ കുട്ടികളുടെ രക്ഷിതാക്കളും മനസ്സിലാക്കുക, ഒന്ന്, രക്ഷിതാവായ നമ്മളുടെ കൈകളിൽ മക്കൾ നിൽക്കില്ല എങ്കിൽ അവരോട് നല്ല രീതിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, വൃത്തിയായി താതാത്മ്യത്തോടെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. കാരണം നമ്മുടെ ഉത്തരവാദിത്വം അതാണ്. കുട്ടികളല്ലേ പിന്നീട് ശരിയായിക്കോളും എന്ന് പറയുന്നുണ്ടെങ്കിൽ കുട്ടികളല്ലേ പിന്നീട് നിങ്ങൾക്കെതിരെ നിന്നേക്കാമെന്നുള്ള ഒരൊറ്റ ആത്മവിശ്വാസം കൂടി നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നന്നായിരിക്കും. എല്ലാ കുട്ടികളെയും ഞാൻ അങ്ങനെ അടച്ചാക്ഷേപിക്കുകയല്ല. പക്ഷേ നമ്മുടെ കാഴ്ചയിൽ നല്ലവരെന്ന് കരുതുന്ന നല്ല രീതിക്ക് ഡ്രസ്സ് ധരിച്ച ആളുകളാണ് പിറ്റേന്നെ ബാംഗ്ലൂരിൽ അവിടെ യശ്വന്തപുരത്ത് ഇറങ്ങിയ സമയത്ത് ഞാനിങ്ങനെ അത്ഭുതത്തോടെ കാണുകയാണ്. ഈ കുട്ടികളല്ലേ ഇന്നലെ രാത്രി ഇതേ ട്രെയിനിൽ കയറിയത്, ഇന്ന് ഇത്ര മാത്രം മാറിപ്പോയോ എന്നൊക്കെ അത്ഭുതത്തോടെ ചിന്തിക്കുന്നത് മറ്റൊന്നുകൊണ്ടല്ല. ഈ രക്ഷിതാക്കൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. നമ്മൾ ഉണ്ടാക്കിയെടുത്ത സർട്ടിഫിക്കറ്റ് ജീവനുണ്ടെങ്കിൽ മാത്രമേ ഉപകാരപ്പെടുള്ളൂ. അല്ല, നമ്മൾ നന്മയാണ് ചെയ്തതെങ്കിൽ ജീവൻ പോയത് മുതൽ നല്ല സൗഖ്യത്തിൽ ആഖിറത്തിൽ ജീവിക്കാൻ പറ്റും. ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? രണ്ടുമായി മുന്നോട്ട് പോകുന്ന ആൾക്ക് ദുനിയാവിലും വിജയിക്കാം, ആഖിറത്തിലും വിജയിക്കാം. ഓരോ ഉമ്മമാർ നമ്മുടെ മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് നമ്മുടെ ദീനി ചട്ടക്കൂട്ടിൽ വളർന്ന് ഭൗതികതയിലും ആത്മീയതയിലൊക്കെ ഉന്നമനത്തിലെത്താൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ്